ഇല്ല, എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇനിയും പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ കുട്ടി വീഡിയോ ഇട്ട് അതിന് ഇനിയൊരു ബുള്ളിങ് ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ റെസ്പോൺസിബിൾ. നിങ്ങൾ രണ്ടുപേരും, ബോത്ത് ഓഫ് യു, നിങ്ങൾ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ. നിങ്ങൾ ആക്ടർ ബാല, മുൻ ഭാര്യ അമൃത സുരേഷ് ആൻഡ് അവരുടെ രണ്ടുപേരുടെയും മകൾ പാപ്പു, ഇവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി തൊട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അപ്പൊ ഞാൻ ഓൾറെഡി ഈ ഒരു വിഷയത്തിൽ 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ ഒരു പാപ്പു എന്ന് പറയുന്ന അമൃതയുടെയും ബാലയുടെയും മകള് വന്നിട്ട് ഒരു കുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാലചേട്ടൻ ഈ ഒരു കുട്ടി പറഞ്ഞതിനുള്ള ഒരു റിപ്ലൈ കൊടുത്തപ്പോൾ അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അമൃത വന്ന് അമൃതയ്ക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല. അത് റിയാക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം മാത്രം. അതിനു മുമ്പായിട്ട് ഇതിന്റെ ഇടയിൽ കിടന്ന് ഇന്ന് നല്ല വൃത്തിക്ക് ഗെയിം കളിച്ച ഒരു സുന്ദര കില്ലാടിയെ പറ്റി എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, തന്നേല് കണ്ടില്ലേ ഈ അണ്ണൻ. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഈ അണ്ണന്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. അതും നോക്കിയിരുന്നപ്പോഴത്തേക്ക് ഇന്ന് കണ്ടത് 59 മിനിറ്റിന്റെ വീഡിയോ ഒക്കെ മൊത്തത്തിൽ ഞാൻ കണ്ടില്ല. 20 മിനിറ്റേ ഞാൻ കണ്ടുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ കാണാൻ തോന്നിയില്ല. കാരണം എന്താന്നൊക്കെ പറയാം. അപ്പോൾ ഈ 59 മിനിറ്റിന്റെ വീഡിയോ ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ടായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് അണ്ണൻ കട്ട് ചെയ്ത് 59 മിനിറ്റ് ആക്കിയെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചിരിക്കാൻ കാരണം അണ്ണന്റെ സുഹൃത്താണ് ബാല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം, അണ്ണന്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അണ്ണൻ എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് അമൃതയുടെ ഇന്ന് രാവിലത്തെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അണ്ണൻ സംസാരിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും പറയുന്നത് എന്നുള്ളൊരു ആകാംക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലൊരു 80% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അണ്ണൻ ബാലണ്ണനെ സപ്പോർട്ട് ചെയ്ത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സംസാരിക്കുകയുള്ളൂ. കാരണം ആ ഒരു കാര്യത്തിന് അങ്ങനെ സംസാരിക്കാനായിട്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ സ്വന്തം കണ്ണൻ ചേട്ടൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ പോലെയോ അല്ലെങ്കിൽ യൂട്യൂബിൽ ബാക്കി റിയാക്ട് ചെയ്യുന്ന ആളുകളെ പോലെയോ ഒന്നുമില്ല. ഞങ്ങളെക്കാട്ടിലും ഒക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഒരു കാര്യത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് അടിക്കാൻ അണ്ണൻ അറിയാം നല്ല. കാരണം കുറെ ആയില്ലേ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു റിയാക്ഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അറിയാമായിരിക്കും, അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് അത് കൺഫേം ആയി. ബ്രില്യൻ്റ് ഗെയിമറാണ്. പക്ഷെ ആ ഗെയിം ഇപ്പോൾ നമ്മുടെ അടുക്ക നടക്കത്തിലാണ്. കാരണം ഇതിനകത്തെ ഒരു പരിപാടികൾ നമ്മളും മനസ്സിലാക്കി, നമുക്കും അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാനുള്ള ഒരു പെർസ്പെക്റ്റീവ് വന്നു. നമ്മളും ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണും. പണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാധനമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മൾ ചിന്തിക്കും. കാരണം താങ്കളെയും നമുക്ക് കുറച്ച് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു കണ്ണൻ ചേട്ടന്റെ പഴയ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ഹെലനോസ് പാർത്ത എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ നിങ്ങൾക്കറിയാം. ആ ഒരു യൂട്യൂബറിന്റെ ഒരു വിഷയത്തിൽ അണ്ണൻ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. അത് ഞാൻ ഇവിടെ കുത്തിപ്പോക്കിക്കൊണ്ട് വരുക. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. എന്നിട്ട് ഈ അമൃതയുടെ ഒരു ഇഷ്യൂയിലേക്ക് ഞാൻ വരുന്നുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് കണ്ടു നോക്ക്. അപ്പൊ കാര്യത്തിലേക്ക് വരാം. വേറെ സീനൊന്നുമല്ല. നമ്മുടെ ഹെലനോസ് പാർത്ത ഡൂഡ്, ഞാനും ഹെലനും കുറെ വർഷമായിട്ട് നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. ഡൂഡ് ഞാനും അങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു നമ്മളെ JBI TV ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഓടിപ്പിടിച്ച് നിന്റെ അരിവാങ്ങൽ നീ ഹെലനെ ചെയ്യില്ലല്ലേടാ നീ. ഇല്ല ഓബിയസ് തിങ് ആണ്. റമ്മി കളിക്കാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ദല്ലാളുമാരായിട്ട് പ്രവർത്തിച്ച് നാട്ടുകാരുടെ പൈസ അടിക്കുന്ന ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹെലന്റെ ഫ്രണ്ടാണ്, ഡൂഡിന്റെ ഫ്രണ്ടാണ്. എനിക്ക് കാര്യങ്ങൾ ഹെലൻ ഡൂഡിനോട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ ഞാൻ വലിച്ചു കീറുന്നില്ല. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇനിയും പ്രൊട്ടക്ട് ചെയ്യും. ഒരു പ്രശ്നവും ഇല്ലണ്ണ. ഇതൊന്ന് കേട്ടാ മതി. ഇത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും അണിയന്റനെ മറ്റേ പൊക്കി നടക്കുന്ന കുറെ ചേട്ടന്മാരുണ്ട്, ഇപ്പൊ വരും തെറി പറയാനായിട്ട്. അവന്മാർ ഇതൊന്ന് കേട്ട് വെച്ചോ. അണ്ണൻ ആദ്യമേ പറയുന്നുണ്ട്. അണ്ണൻ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി നാട്ടുകാർ ഊക്കിക്കൊണ്ടിരുന്ന സമയത്ത് വായിന്ന് വീണുപോയതാ. അണ്ണന്റെ ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏത് അറ്റം വരെയും പോകും. അണ്ണന്റെ ഫ്രണ്ടാണ് ബാല. തൃപ്തിയായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ അണ്ണന്റെ ആ വീഡിയോ കാണുന്നവർ ഇതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോ. അണ്ണൻ പ്രൊട്ടക്ട് ചെയ്ത് ബാലണ്ണനെ സേഫ് ആക്കി മാത്രമേ സംസാരിക്കുള്ളൂ. അണ്ണന്റെ ആ ഒരു വീഡിയോ ഒരു 22 മിനിറ്റ് എന്ന് ഞാൻ കണ്ടു. ആ 22 മിനിറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതായിരുന്നു. ഒരു 4-5 തവണ അണ്ണനായ ഈ ഒരു 22 മിനിറ്റിന്റെ ഇടയ്ക്ക് അഞ്ചാണോ അത് കൂടുതൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരുടെയിലും തെറ്റുണ്ട്, ബാലയുടെയിലും അമൃതയുടെയിലും തെറ്റുണ്ട്. രണ്ടുപേരും കൂടെ കാരണമാണ് ആ കുട്ടിയെ ഇപ്പൊ ഡ്രാഗ് ചെയ്ത് സോഷ്യൽ മീഡിയ വലിച്ചു കീറുന്നത്. ഇത് കുറെ തവണ അണ്ണൻ അതിനകത്ത് പറയുന്നത് ഞാൻ കേട്ടു.
കേട്ടോ അണ്ണ. എന്തായാലും അണ്ണന്റെ ഇന്നത്തെ ആ ഒരു വീഡിയോയുടെ കുറച്ചൊരു കുഞ്ഞു ബൈറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അമൃതയുടെ വീഡിയോയും എനിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഞാൻ പറയാം, ഇരിക്ക്, വെയിറ്റ് ചെയ്യും അണ്ണാ. തരാം അണ്ണന് തരാം. അണ്ണൻ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ കാണിക്കുന്നത്. അണ്ണന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ഒരു കൺസേൺ ഉണ്ട് അണ്ണ, മനസ്സിലാക്കാം. പക്ഷെ ഒരു കൊച്ചു കുട്ടിയെ സംബന്ധിച്ചൊരു ഇഷ്യൂ ഇവിടെ നടക്കുമ്പോഴത്തേക്ക് ആ ഒരു കേസിൽ പോലും അണ്ണന്റെ ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അണ്ണൻ നോക്കുന്നു. അണ്ണൻ ആ കുട്ടിയുടെ സൈഡ്, ആ കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ളൊരു സാധനം പോലും നിങ്ങൾക്കില്ലല്ലോ അണ്ണ. ഇത്രയ്ക്കും ഒരു മനസാക്ഷി ഇല്ലാത്തൊരു വ്യക്തിയാണോ നിങ്ങൾ? എനിക്കറിയാൻ പാടില്ല. ഒരു സ്ത്രീയെ ഇപ്പറേ നിൽക്കുന്ന ആ കുട്ടിയുടെ അമ്മയും കൂടെ നിങ്ങൾ വലിച്ചു കീറി അവരെയും കൂടെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ ഓൾറെഡി നമുക്കറിയാം. നിങ്ങളുടെ വീഡിയോയിൽ പറയുന്ന കണക്ക് തന്നെ നല്ല ആ കൊച്ചിനെ ആണെങ്കിലും ശരി, ഈ അമൃത എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഭൂരിഭാഗം ആൾക്കാരും നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട്. ഞാനിപ്പോ ഏതെങ്കിലും രീതി ഞാനിപ്പോ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോലും എനിക്കും കേൾക്കും തെറി. പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയും. ഞാൻ ആരുടെയും സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. ഇതിനകത്തെ കുറച്ച് വളരെ റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് പറയണം. അത് പറയാതെ പോകാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് ബാലച്ചേട്ടന്റെ സൈഡിൽ നിന്ന് ഞാൻ ആലോചിച്ച് സംസാരിച്ച ഒരാളാണ്. ബാലച്ചേട്ടന്റെ ഇമോഷണൽ ആ ഒരു സാധനമൊക്കെ കണ്ടപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം തോന്നിയ ഒരാളാണ് ഞാൻ. എന്ന് വെച്ചിട്ട് എല്ലാം ബാലച്ചേട്ടന്റെ സൈഡിലാണ് ശരി എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ എന്തായാലും ഈ അണ്ണന്റെ ഇന്നത്തെ വീഡിയോയുടെ ഒരു കുഞ്ഞു ബൈറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അമൃത ആസ് എ മദർ നിങ്ങളോട് കുട്ടി പറയാണ് എന്തുകൊണ്ട് അമ്മ മിണ്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ റെസ്പോണ്ട് ചെയ്യേണ്ട ആ ഒരു സ്പേസ് ഉണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. ആ അമ്മയുടെ റെസ്പോൺസ് കുട്ടിയുടെ വീഡിയോ കഴിഞ്ഞിട്ടല്ല വരേണ്ടിയിരുന്നത്. ഈ കാര്യം നിങ്ങൾക്കിത് ബാല എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളെക്കുറിച്ച് ഇൻ്റർവ്യൂസിലും കാര്യത്തിലും സംസാരിച്ച് തുടങ്ങുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് പറയായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം ഇട്ട പോലെ തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്പം പോസ്റ്റ് ചെയ്യാമായിരുന്നു. പിന്നെ എഗെയിൻ ഇറ്റ്സ് പേഴ്സണൽ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം കുട്ടി വന്ന് വീഡിയോ ഇട്ടിട്ട് അതിന് ശേഷം നിങ്ങൾ വരുമ്പോൾ ഡസൻ മേക്ക് എനി സെൻസ്. ഇനി ഞാൻ പറയാലോ, ഈ കാര്യത്തിൽ ബാല ആൻഡ് അമൃത ഈ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ കുട്ടി വീഡിയോ ഇട്ടതിന് ഇനിയൊരു ബുള്ളിങ് ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ റെസ്പോൺസിബിൾ. നിങ്ങൾ രണ്ടുപേരും, ബോത്ത് ഓഫ് യു, നിങ്ങൾ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ. നിങ്ങൾ കണ്ടല്ലോ അണ്ണൻ അണ്ണനെ ബാലയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ ഒരു രീതിയിൽ പോലും. ബാലയെ കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാനിവിടെ പറയട്ടെ. അണ്ണൻ ഇവിടെ നിങ്ങൾ രണ്ടുപേരുമാണ് തെറ്റുകാരെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ അണ്ണന്. ബാലയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണന്റെ സബ്സ്ക്രൈബേഴ്സ് വലിച്ചു കീറി ഉടുക്കും. അങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട് ഇതിനകത്ത്. കാരണം അണ്ണൻ പറയാതെ പോയൊരു കാര്യം ഞാൻ പറയാം. ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ അണ്ണൻ ചോദിക്കുന്ന പോലെ എന്തുകൊണ്ട് അമൃത ആദ്യമേ വന്ന് വീഡിയോ ഇട്ടില്ല? മോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അമൃത വീഡിയോ ഇട്ടില്ല? ഇതുപോലെ ഇന്റർവ്യൂവിൽ ബാല വന്നിരുന്ന് സംസാരിക്കുന്നു, അപ്പോഴേക്ക് എന്തുകൊണ്ട് മിണ്ടിയില്ല, ശബ്ദിച്ചില്ല എന്നൊരു സാധനമുണ്ട്. അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് ഇപ്പൊ അമൃത ആദ്യമേ വന്ന് വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ ഈ അണ്ണൻ ഉൾപ്പെടെ ഞങ്ങൾ ഓരോരുത്തരും അമൃത എടുത്ത് വലിച്ചു കയറിയേനെ. അപ്പോഴും ഈ കമന്റ് ഇടുന്നവന്മാര് വന്നിട്ട് ആ കൊച്ചിനെ, ഈ അമൃതയെ തെറി പറഞ്ഞേനെ. അതിന്റെ കൂട്ടത്തിൽ ഈ പാപ്പുവിനെയും തെറി പറഞ്ഞേനെ. മനസ്സിലായില്ലേ? ഇപ്പൊ അമൃതയുടെ കമന്റ് ബോക്സ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമൃതയുടെ ആണെങ്കിലും ആ കുട്ടിയുടെ ആണെങ്കിലും കമന്റ് ബോക്സിൽ ഗോപി സുന്ദറിനെ വലിച്ചിടുന്നുണ്ട്. നിന്റെ അമ്മ പോയില്ലേ അവന്റെ കൂടെ, എന്തുകൊണ്ട് നീ അപ്പം മിണ്ടിയില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഈ അമൃത നേരത്തെ ഒരു റിപ്ലൈ കൊണ്ട് വന്നാലും ഇവിടെ വേറെ പ്രത്യേകിച്ചും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോഴും ഇതൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. ഇപ്പൊ അത് വരാത്തത് കൊണ്ടും ഈ കുട്ടി വന്നത് കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഇത് പറയാം. ഈ അണ്ണൻ ചോദിച്ച കണക്ക് തന്നെ പറയാം, നീ എന്തുകൊണ്ട് അന്ന് വന്ന് പറഞ്ഞില്ല എന്ന്. അന്ന് വന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ വിഷയത്തിലേക്ക് ആ ഒരു കുട്ടിയെ പിടിച്ചിട്ടത് ബാല എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ്. വിത്ത് ഓൾ റെസ്പെക്ട് ബാലചേട്ടനാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ഇന്റർവ്യൂകളിലെല്ലാം എന്തിന് വർഷങ്ങൾക്ക് മുമ്പേ ഡൈവേഴ്സായി ആ കൊച്ചും ആ കൊച്ചിന്റെ അമ്മയുടെ കൂടെ, എന്നിട്ട് എന്തിന് ഈ ബാലചേട്ടൻ ഇപ്പോഴും ഇന്റർവ്യൂകളിൽ വന്നിരുന്ന ആ കൊച്ചിന്റെ പേര് പറയുന്നു? എന്തിനു പറയുന്നു? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്കൂളിലെ കൂട്ടുകാരുടെ അച്ഛനമ്മമാരും ഒക്കെ കണ്ട് ചിലപ്പോൾ അവർ വീട്ടിലിരുന്ന് സംസാരിച്ച് കുട്ടികളും ഇത് കേട്ടിട്ട് സ്കൂളിൽ വെച്ച് ആ കുട്ടിയോട് വന്നത് ചോദിക്കുന്നുണ്ടായിരിക്കും. ഇല്ല എന്ന് സീക്രട്ട് ഏജന്റ്, വായ നടക്കാൻ പോയി അണ്ണന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് എന്റെ കണ്ണൻ ചേട്ടന് പറയാൻ പറ്റുമോ? അങ്ങനെ ആ കുട്ടിയെ ഫേസ് ചെയ്യുന്നില്ല എന്ന്. ഫേസ് ചെയ്യുന്നുണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി അമ്മയോട് പറഞ്ഞു കാണും. അമ്മയ്ക്ക് എപ്പോഴും താല്പര്യമില്ല. കാരണം ആ അമൃത എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം
ചിലപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് കൊടുക്കും. ഇപ്പോഴും സംഭവിക്കുന്ന അവരത് ചെയ്തായിരുന്നെങ്കിൽ, അവരാദ്യമേ ചെയ്തായിരുന്നെങ്കിൽ നടന്നേനെ. അതുകൊണ്ട് തന്നെ ആ കുട്ടി നേരിട്ട് വന്ന് സംസാരിക്കുന്നു. ആ കുട്ടി വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്നാലും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവരോടാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, എങ്ങനെ ആ കുട്ടിയുടെ, ഞാൻ കണ്ടു ആ കുട്ടിയുടെ കമന്റ് ബോക്സിൽ വരുന്ന തെറികള്, എൻ്റെ പൊന്നെ എങ്ങനെ പറ്റുന്നു ഇങ്ങനെ, ഒരു കൊച്ചുകുട്ടിയല്ലേ അത്, എങ്ങനെ അതിനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് പറ്റുന്നു അതിനകത്ത് ആ ഒരു കമന്റ് ബോക്സിൽ ചെന്നിട്ട്? എനിക്ക് അതെന്തോ മനസ്സിലായില്ല. കുട്ടി പറയുന്നതിനകത്ത് ചിലപ്പോൾ അമൃതയൊക്കെ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, എല്ലാം ഒന്നും നമുക്ക് അങ്ങോട്ട് കുട്ടി തന്നെ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ അവർ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഒരു കൊച്ചുകുട്ടിയുടെ കമന്റ് ബോക്സിൽ പോയി ഇങ്ങനെ ഇടാനായിട്ട്, അതാ കുട്ടിയെ തെറി പറയുന്നവന്മാരുണ്ടെന്നേ, എങ്ങനെ ഇത് പറ്റുന്നു? അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം പറയുന്നു, ഞാൻ ആദ്യത്തെ ഒരു 20-22 മിനിറ്റ് ആണ് അണ്ണന്റെ വീഡിയോ കണ്ടത്. അപ്പം അതിനകത്ത് ഈ 20-22 മിനിറ്റും അണ്ണൻ ഈ 2 പേരെ കുറ്റം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ആ വീഡിയോയുടെ അവസാനമോ വല്ലോ ആയിട്ട് അണ്ണനും ഇത് പറയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. മറ്റേ എന്താ ഇന്റർവ്യൂകളിൽ ബാലയാണ് ഫസ്റ്റ് ഈ ഒരു പേരുകൾ പറഞ്ഞു തുടങ്ങിയത്, അതുകൊണ്ട് ബാല മാത്രമാണ് ആദ്യത്തെ കുറ്റക്കാരൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അണ്ണൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല. ഇനി അവസാനം അത് പറഞ്ഞ കാര്യമില്ല. കാരണം നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് 20-25 മിനിറ്റും അണ്ണൻ ഇത് തന്നെ ഇഞ്ചക്ട് ചെയ്തങ്ങ് കൊടുത്തു. മനസ്സിലായില്ലേ? എന്നാ ബുദ്ധി കുറച്ചൊക്കെ നമുക്ക് ഉണ്ടെണ്ണ ഇഞ്ചക്ട് ചെയ്ത് അണ്ണൻ നല്ല രീതിയിൽ കൊടുത്തു. പിന്നെ അവസാനം വന്നിട്ട് ബാലയെ സുഖിപ്പിക്കാനും എന്നാൽ അണ്ണന്റെ സബ്സ്ക്രൈബേഴ്സിനെ വെറുപ്പിക്കാതിരിക്കാനും വേണ്ടി ഇങ്ങനെ ഒരു കഥയും കൂടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ബാലയാണ് വന്ന് തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്കി കാണാൻ പോകാഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ അത് ചോദിക്കുന്നവരോടാണ് ഞാൻ ഈ മറുപടി തരുന്നത്, അത് ചോദിക്കാൻ വരണ്ട. അതുകൊണ്ട് തന്നെയാണ് എനിക്കത് കാണാതിരുന്നതിന് ഇങ്ങനെ ഒരു ഉത്തരവ് കൂടെ ഉണ്ട് നിങ്ങളോട് തരാൻ. ലാസ്റ്റ് വന്നത് ഇനിയും വെളുപ്പിക്കാൻ അല്ലെങ്കിൽ ബാല തെറ്റുകാരൻ കാര്യമില്ല, ഇഞ്ചക്ട് ചെയ്തിട്ടില്ലേ. ഈ തെറി പറയാൻ വരുന്ന എല്ലാത്തിന്റെ നെഞ്ചത്തോട്ട് നല്ല വൃത്തിക്ക് സായികടൻ ഇഞ്ചക്ട് ചെയ്ത് തന്നില്ലേ തുടക്കത്തിൽ 20-22 മിനിറ്റും. അത്രേ ഉള്ളൂ പുള്ളിയുടെ ആ ഒരു ഗെയിം. മോനെ അമൃതയും എന്താണ് ബാലയും ഇപ്പൊ വന്ന് കളിക്കുന്ന ഒരു ഗെയിമിന്റെ ഒരു മാസ്റ്റർ എന്ന് പറയുന്നത് വേണമെങ്കിൽ, മാസ്റ്റർ ഒന്നുമല്ല, അതിന്റെയൊക്കെ മണ്ടയ്ക്ക് നിൽക്കും. ആ ഒരു ഗെയിമാണ് സായികടൻ ഇത് കളിച്ചത്. മാൻ, നിങ്ങളുടെ ആ ഒരു ബ്രില്യൻസിക്ക് ഉണ്ടല്ലോ, അതിന് ഞാനൊരു സല്യൂട്ട് തന്നെ തരുവാണ്, സമ്മതിക്കണം നിങ്ങളുടെ ആ ഒരു ഗെയിമിന്. സത്യം പറഞ്ഞാൽ സായി വീണ്ടും വീണ്ടും നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ റിപ്പീറ്റേഷൻ വരാറുണ്ട്. സായിയുടെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, നല്ല വളരെ റിലവന്റ് ആയിട്ട് പറയേണ്ടത് പലതും പറഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ തന്നെയും പിന്നെയും രണ്ടുപേരും തെറ്റുകാര്, കുട്ടിയെ ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും തെറ്റുകാര്, ഈ ഒരു സാധനം പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് അണ്ണന് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കണ്ട എനിക്ക് മനസ്സിലായി. കുട്ടിയെ ഫസ്റ്റ് ഇതിനകത്ത് ഡ്രാഗ് ചെയ്തിട്ടത് ബാല തന്നെയാണ്. ഇപ്പൊ എന്നിട്ട് എന്തിന് അമൃത വന്നു ഇതിനൊരു മറുപടി തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ 5:30 അമൃത ആ ഒരു വീഡിയോ ഇടുന്നത്, അമൃതയുടെ വീഡിയോ. അത്രയും നേരം അവർ ഉറങ്ങിയിട്ടില്ല. കാരണം അതിനകത്ത് വന്ന കമന്റുകൾ കണ്ടിട്ട് അവരുടെ സമാധാനം പോയി. ആ കൊച്ചിനെ ഇത്രയും പറഞ്ഞു, അതുകൊണ്ടാണ് അമൃത വന്ന് ഇപ്പോഴും അമൃതയ്ക്ക് താല്പര്യമില്ല ഇപ്പൊ വന്ന് സംസാരിക്കുന്നതിന് കാര്യം, കുട്ടിയെ ഡ്രാഗ് ചെയ്ത് കുട്ടിയുടെ കമന്റ് ബോക്സിൽ ഇത്രയും മോശം സാധനങ്ങൾ വന്നുകൊണ്ട് മാത്രമാണെന്ന് അമൃത പറയുന്നുണ്ട്. ചായ അണ്ണ അത് കേട്ടില്ലേ? അണ്ണനത് കേട്ട് കാണത്തില്ല, അല്ലെങ്കിൽ കേട്ടാലും അത് പറയാൻ പാടില്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയില്ലേ, കൂട്ടുകാരനിട്ട് പണി കിട്ടുമല്ലോ. അപ്പൊ ഇനി എന്തായാലും അമൃത പറഞ്ഞിരിക്കുന്ന, ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു, കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് കാണിച്ചു തരാം. പാപ്പു എൻ്റെ അടുത്ത് പറയാണ്ട് ഏതൊരു കാര്യം, കാരണം അത്രയും അവള് കണ്ട് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ 12 വർഷവും ഗോത്രൂ ചെയ്ത കാര്യങ്ങളാ, കുഞ്ഞുകുട്ടി കാണുന്ന കാര്യങ്ങളാ. അപ്പോൾ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ. ഇനിയെങ്കിലും എൻ്റെ മമ്മി തെറ്റുകാരിയല്ല എന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവളുടെ ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ച്, അവൾക്ക് പറ്റുന്ന ഭാഷയിൽ, അവളുടെ ഒരു മെച്യൂരിറ്റിയിൽ അവൾ സംസാരിച്ച കാര്യങ്ങളാണ്. അത് കഴിഞ്ഞൊരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പാപ്പുവിനെ കൂടുതൽ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടു കൊടുക്കുന്ന രീതിയിലൊരു ഇമോഷണൽ വീഡിയോ വന്നു. അത് വന്നതിന് ശേഷം പാപ്പുവിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല. കള്ളി, അഹങ്കാരി, ചീത്ത വാക്കുകളൊക്കെയാണ്. കുഞ്ഞുകുട്ടീനൊന്നും വിളിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നുമല്ല നമ്മൾ മലയാളികൾ കമൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആസ് എ അമ്മ എനിക്കത് സത്യമാണ് കേട്ടോ. കുട്ടിയെ വിളിക്കാവുന്ന രീതിയിലൊന്നും അല്ല അതിനെ വിളിച്ചിരിക്കുന്നത് ഇവിടുത്തെ പല ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോ ഈ ഒരു കുട്ടിയെ ഈ ഒരു വിഷയത്തിലേക്ക് ഡ്രാഗ് ചെയ്തതിനകത്ത് അമൃതയുടെ ഒരു പങ്ക് ഞാൻ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഈ ഒരു സാധനത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നത് ബാലചേട്ടൻ തന്നെയാണ്. പക്ഷേ
ഈ കുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമൃത ഇത്രയും കാലം വന്ന് ഒന്നും മിണ്ടിയിട്ടില്ല. അമൃത മിണ്ടിയിട്ടില്ല. അത് അമൃതയുടെ പ്രൈവസി, അമൃതയുടെ ഇഷ്ടം. എന്തിനാണ് വെറുതെ വന്ന് നാട്ടുകാരുടെ തെറിയേക്കുന്നത് എന്നുള്ളൊരു സാധനം വെച്ചിട്ടായിരിക്കും. കാരണം ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മളൊരു വീഡിയോ ചെയ്താൽ, ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് വരെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും, തെറി പറയുന്നവരും കാണും. ബാല ഇട്ട വീഡിയോയുടെ അടിയിലാണെങ്കിലും ശരി, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, തെറി പറയുന്നവന്മാരും ഉണ്ട്. കൂടുതൽ തെറി വന്നത് ഈ കുട്ടിയുടെ ഈ അമൃത ഇട്ട വീഡിയോയ്ക്ക് ആണെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അമൃതയുടെ വീഡിയോയിലും ഒരുപാട് തെറിയില്ലെന്ന് തോന്നുന്നു, കുറച്ചൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നത് സപ്പോർട്ടാണ്. പക്ഷെ ആ കുട്ടിയുടെ അകത്താണ് ഭയങ്കര മോശം രീതിയിൽ. അപ്പൊ എന്താണെങ്കിലും അമൃത അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അമൃത ഇത്രയും നാളും വന്ന് മിണ്ടിയിട്ടില്ല എങ്കിൽ ഈ കുട്ടിയോടും അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. അതായത് മോള് ഒരു വീഡിയോ ചെയ്യണ്ട, കാരണം ചെയ്തു കഴിഞ്ഞാൽ അറിയാമല്ലോ, അമൃതയ്ക്ക് അത് മനസ്സിലാക്കേണ്ടതാണ്. അമൃത ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ കുട്ടി വന്ന് ഇപ്പൊ ഈ സംസാരിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കാണും. അതായത് അമൃതയും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കാണും. നേരെ മറിച്ച് തെറി പറയാനും ആൾക്കാർ കാണും. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് സൈബർ ബുള്ളിങ് കിട്ടും എന്നുള്ള കാര്യം അമൃത നേരത്തെ മനസ്സിലാക്കി ഈ കുട്ടിയെ കൊണ്ട് ഈ ഒരു വീഡിയോ ഇടിയിപ്പിക്കരുതായിരുന്നു. അതൊരു കൊച്ചുകുട്ടിയാണ്. ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിന് താങ്ങാൻ പറ്റിയില്ല. നാളെ അത് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതിന്റെ പേരും പറഞ്ഞ് കൂട്ടുകാർ ചിലപ്പം അതിനോട് ഓരോന്നും ചോദിക്കും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ വീണ്ടും വീണ്ടും അതിനെ നമ്മൾ അടിച്ച് മറ്റേ കുഴിയിലോക്ക് ഇടുന്നതാണ് കയ്പ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. ബാക്കി എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഇപ്പൊ വീണ്ടും അവളൊരു സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടു കൊടുക്കുക ചെയ്തത്. ഞാൻ അവള് അതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മി ഉഗ്രനായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചു, മമ്മി അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു, മമ്മി ഇങ്ങനെ ചെയ്യിപ്പിച്ചു, അമ്മയുടെ മോള് തന്നെ അഭിനേത്രിയാണ്, ഇങ്ങനെയുള്ള കമൻസ് കൂടുതലും. ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. കാരണം പറയുമ്പോൾ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമാവും എനിക്ക്. അതിന് ക്ലാരിറ്റി പറഞ്ഞേ പറ്റുള്ളൂ. പാപ്പിനെ എന്താ ലാസ്റ്റ് അവള് ഇങ്ങനെ ഒന്ന് സംസാരിച്ച് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് ടെൻഷൻ. നമുക്ക് അമൃത ഇമോഷണൽ ആയിട്ടാണ് അമൃതയും പറയുന്നത്. സായിയുടെ വീഡിയോ നിങ്ങൾ പോയി കണ്ടവർക്ക് മനസ്സിലാവും. ബാലച്ചേട്ടൻ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. രാവിലെ അമൃത വന്ന് വീഡിയോ ഇട്ടു എന്നേ പറയുന്നുള്ളൂ. ഇത്രയും കരഞ്ഞു പോയി അമൃത വന്നിട്ട് അത് ഇമോഷണൽ ആയിട്ട് അണ്ണനെ തോന്നിയിട്ടില്ല. ഓക്കെ, അതും കൂടെ ഉണ്ട്, അതൊക്കെ പോട്ടെ. എനിക്ക് ഈ അമൃത പറയുന്നതിനകത്തുനിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലായി. ആ കുട്ടിയെ സായിച്ചേട്ടൻ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അമൃത എന്തുകൊണ്ട് ഇത്രയും നാളും വന്നില്ല, നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതിനകത്ത് അമൃതയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ വന്നത് ആ കുട്ടിയെ മലയാളികൾ കുത്തിയിരുന്ന് ഓരോന്ന് പറയാൻ തുടങ്ങിയതുമാണ്, അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അമൃത വന്ന് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് സായിച്ചേട്ടൻ ഒന്നും മനസ്സിലാക്കണം. ഓക്കെ, ടെൻഷൻ ആവണം. എനിക്ക് സ്ഥലയിലൊന്നും പറഞ്ഞില്ല. അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യമാണ്. കോർട്ടിൽ കൂടെ പോളെ ഡ്രാഗ് ചെയ്ത് പിടിച്ച് നിലത്ത് കൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയിട്ട സീൻ. ഇതെങ്ങനെ ബ്രെയിൻ വാഷ് ആവണത്? എൻ്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു സീനാണത് കോടതിയിൽ. അതെങ്ങനെയാ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എൻ്റെ മോള് പറയാം. അപ്പോ വീണ്ടും എന്റെ സ്വന്തം കണ്ണൻ ചേട്ടനോട്, കണ്ണൻ ചേട്ടാ, ഈ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആ കുട്ടിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് കോടതിയിൽ നിന്ന് ബാലചേട്ടൻ വലിച്ചഴച്ച് കൊണ്ടുപോയി കാറിലിട്ട് കുട്ടിയെ വീട്ടിൽ കൊണ്ടിട്ട് 2-3 ദിവസം ഫുഡ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വിഷയത്തില് ഇവരുടെ ഒരു ഫാമിലിയുടെ ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാം പുറത്തുനിന്ന് കാണുന്നവരാണ്. നമുക്കൊരു പരിധിയിൽ കൂടുതൽ ബാലച്ചേട്ടനാണ് കള്ളൻ അല്ലെങ്കിൽ അമൃതയാണ് കള്ളി എന്നുള്ളൊരു സാധനം നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ പറയുന്നതിനകത്ത് ഇവർ വന്ന് ഇങ്ങനത്തെ വീഡിയോസിൽ വന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി സംസാരിക്കാനേ ഉള്ളൂ. അല്ലാതെ കറക്റ്റായിട്ട് 100% സത്യം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ കുട്ടി വന്ന് ഭക്ഷണം തന്നില്ല അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. ബാലച്ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്ത് കാണുമെന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ സംശയമുള്ള ചേട്ടന്മാർ, വീഡിയോ ഒക്കെ ചെയ്യുന്ന എന്നെ പോലുള്ള ചേട്ടന്മാർ, സംശയമുള്ളവർ, എനിക്ക് ഈ ഒരു വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ പോകുന്നില്ല. പക്ഷെ സംശയമുള്ള ചേട്ടന്മാർക്ക് ആ ചേച്ചി അമൃതക്കുട്ടി പറയുന്നുണ്ട്, അവിടെ നിന്ന ആളുകളെല്ലാം കണ്ടിട്ടുണ്ട് ഈ ഡ്രാഗ് ചെയ്ത് പോയി, അല്ലെങ്കിൽ അവിടെയൊക്കെ ക്യാമറ ഒക്കെ കാണുമല്ലോ, പോയി തപ്പിയെടുക്കേ, എന്നിട്ട് അങ്ങനെ ഒരു സാധനമൊക്കെ ബാലയെണ്ണം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായില്ലേ? അപ്പം ബാലയണ്ണനെ മറ്റേ കുണ്ടി പൊക്കി ഇങ്ങനെ തലയിൽ വെച്ച് നടക്കുന്ന ആ ഒരു നടപ്പ് ചിലപ്പോൾ ഇച്ചിരി ഒന്ന് കുറച്ചേക്കും, ഇത്രയൊക്കെ തെളിവുകൾ കാണുമ്പോഴത്തേക്കും. പക്ഷെ
കൂട്ടുകാരനായതുകൊണ്ട് തന്നെ കൂട്ടുകാർക്കെതിരെ ഒന്നും മിണ്ടില്ല എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് ചിലപ്പം അതൊന്നും തപ്പാനും പോകത്തില്ല, ചിലപ്പോൾ കിട്ടിയാൽ തന്നെ അത് മുക്കുകയും ചെയ്യും. അങ്ങനത്തെ ക്ലിപ്പുകൾ. ബാക്കി ഞങ്ങൾക്ക് ഇളമക്കരയിൽ ഉണ്ടായിരുന്ന ഒരു വീട്, ആ വീട് വിറ്റിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ സ്വർണവും വാങ്ങിച്ചതും. ജോസ്കൊന്നാ നമ്മൾ ഫുൾ സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പ്രസന്റ് ചെയ്യാം അതിൻ്റെ ഇൻവോയ്സ്. ആ സ്വർണ്ണമൊക്കെ പോയി. ആ സ്വർണം ഒന്നും വേണ്ട. അതായത് മോൾ ഇത്രയും ടോർച്ചർ, ഈ ഡിവോഴ്സ് ഫേസിൽ കൂടെ ഇത്രയും ടോർച്ചർ കൂടെ പോയപ്പോൾ എനിക്കൊന്നും വേണ്ട. എല്ലാവരെയും പോലെ ഞാനും കോമ്പൻസേഷൻ ചോദിക്കുമല്ലോ. എൻ്റെയും ലൈഫ് പോയതാണ്, എൻ്റെ മോളുടെയും ലൈഫ് പോയതാണ്. എൻ്റെ പഠിത്തം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പോൾ എല്ലാ ഡിവോഴ്സും നടക്കണ പോലെ തന്നെ ഞാനും എനിക്കും എൻ്റെ പാപ്പന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇവളെ ആ കോടതിയിൽ നിന്ന് വലിച്ചടിച്ചു കൊണ്ടുപോയ സീനും അതിനുശേഷം മോള് അനുഭവിച്ചിട്ടുള്ള ട്രോമ, അവള് പുറത്തു പോകാൻ പേടിയായിരുന്നു. എന്നെ ഡാഡി വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവള് സ്കൂളിൽ പോലും പോകില്ലായിരുന്നു. എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവള് സമ്മതിക്കില്ലായിരുന്നു. എന്നെയും അഭിരാമിനെയും അമ്മേനെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചിട്ട് ഇവളെ എപ്പോഴും നിൽക്കുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞു ഭാവയ്ക്ക് എടുക്കാൻ പറ്റുന്നതിന് കൂടുതൽ അവള് അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് കോമ്പൻസേഷനും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ പാപ്പുവിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി, പാപ്പുവിനെ ടോർച്ചർ ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ പൈസ വേണ്ടെങ്കിൽ നീ കൊച്ചിനെ വേണ്ട എന്നൊരു ക്ലോസിലാണ് നമ്മൾ ആ ഡിവോഴ്സ് സെറ്റിൽ ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഇനി ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഇടവരാതെ ഇരിക്കട്ടെ. എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഫാമിലിക്കുള്ളിൽ അവരുടെ വീടിനകത്ത് നടന്ന കാര്യങ്ങൾ എല്ലാം ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞു കളയാൻ പറ്റില്ല. ഇപ്പൊ കമന്റുകളിൽ വരുന്നത് മൊത്തവും ഞാൻ കാണുന്നുണ്ട്. നീ എന്തിന് ആ കൊച്ചിനോട് ചോദിക്കുകയാണ്, നീ നിന്റെ അമ്മ മറ്റേ അവൻ്റെ കൂടെ പോയില്ല എന്നിട്ട് നീ മിണ്ടി. എങ്ങനെ ഇത് ചോദിക്കാൻ പറ്റുന്നത്? എനിക്ക് വീണ്ടും തോന്നിയൊരു കാര്യം, എങ്ങനെ ഇതൊക്കെ ചോദിക്കാൻ തോന്നുന്നെന്ന് ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന ഒരു സാധനം എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യാനോ ഈ വിഷയത്തിൽ കൂടുതൽ ഇനിയും ദൈവത്തെ ഓർത്ത് ബാലയോടും അമൃതയോടും ഒക്കെയാണ് ഇനി ഈ ഒരു വിഷയം ഇവിടെ വെച്ച് നിർത്തിക്കളയുക. ഇനിയും ബാലചേട്ടനാണെങ്കിലും ശരി, പോകണ്ട കുട്ടിയുടെ പുറകെ. കുട്ടിക്ക് വേണ്ട എന്ന് പറയുന്നു നിങ്ങൾ തന്നെ. ബാലചേട്ടൻ തന്നെ ഇനി ആ കുട്ടിയുടെ എന്തോ, ഞാൻ ഈ ഒരു അമൃതയുടെ വീഡിയോയിൽ തന്നെയാണ് കേട്ടത്, ബാലയുടെ കുട്ടിയുടെ ഈ ഒരു പാപ്പുവിന്റെ കല്യാണത്തിന് പോലും ബാലചേട്ടൻ ഒന്നും ചെയ്യില്ല എന്നുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ എന്താണെങ്കിലും വേണ്ട, നിങ്ങളെ അവർക്ക് വേണ്ട. ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാലത്ത് ഇതൊക്കെ മാറി ആ കുട്ടി ചിലപ്പം ബാലചേട്ടന്റെ സൈഡിലാണ് ശരി, അല്ലെങ്കിൽ ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ ആ കുട്ടിക്ക് സ്വന്തമായി തോന്നി ആ കുട്ടി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു ദിവസം. വരികയാണെങ്കിൽ വരട്ടെ. അല്ലാതെ ശല്യം ചെയ്യാനോ ഇന്റർവ്യൂകളിൽ, പ്രത്യേകിച്ച് ഇന്റർവ്യൂകളിൽ ചെന്നിരുന്ന് ആ കുട്ടിയുടെ പേര് പറയാൻ നിങ്ങൾ നിൽക്കണ്ട. അത് ആ കുട്ടിക്ക് തന്നെ ഈ ഒരു വിഷയം ഇപ്പൊ ഇവിടെ തുടങ്ങാൻ മെയിൻ കാരണം അത് തന്നെയാണ്. എനിക്ക് അങ്ങനെയാ മനസ്സിലായത്. ഇന്റർവ്യൂകളിൽ ചെന്നിരുന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്തിന്? ഈ സായി അണ്ണൻ ചോദിക്കുന്നതാണ് അമൃതയ്ക്ക് ആദ്യമേ അത് വന്നത് പറഞ്ഞൂടെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പറയാതിരിക്കുക, ഒരക്ഷരം ഒന്നിനെ പറ്റി മിണ്ടാതിരിക്കുക. ആ കുട്ടി ഇപ്പൊ വന്ന് പറയാൻ കാരണം അത് പേഴ്സണലി സ്കൂളിൽ നിന്ന് അനുഭവിക്കുന്നത് അതിനെ അറിയുള്ളൂ. അത് എനിക്കോ ബാലചേട്ടനോ അമൃതയ്ക്കോ അല്ലെങ്കിൽ ചായ അണ്ണനോ ഒന്നും അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയില്ല. സോ അതിന്റെ പുറത്ത് ആ കൊച്ചു വന്നിരുന്ന് സംസാരിച്ചതായിരിക്കാം. ചിലപ്പോൾ കുറെ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞതിനകത്ത് പണ്ട് തൊട്ട് ഈ കുട്ടിയുടെ അമ്മയോ അമ്മയോ ഒക്കെ ചിലപ്പോൾ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളും കാണും, മാനിപ്പുലേറ്റർ ആയിട്ടുള്ള കാര്യങ്ങളും കാണും. നമുക്കറിയില്ല അപ്പോഴും. അത് മനസ്സിലായില്ലേ? കാണുമെന്നേ ഞാൻ പറയുന്നുള്ളൂ, ഉറപ്പ് പറയുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയും ആ കുട്ടിയുടെ പേരാരും വലച്ചഴക്കാതിരിക്കുക. അതുപോലെ തന്നെ ദൈവത്തെ ഓർത്ത് ഇനിയും ആ കുട്ടിയുടെ വീഡിയോയിലൊന്നും ആരും പോയി ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റുകൾ, വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഉണ്ട് കേട്ടോ, അങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക പ്ലീസ്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.